തിരുവനന്തപുരം എന്നത് 3 പ്രതിരോധ സേനാ താവളങ്ങളുള്ള ഒരു നഗരമാണ്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ സുപ്രധാന സൈനിക തന്ത്രപ്രധാന കേന്ദ്രമാണിത്. സദേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനവും സദേൺ നേവൽ കമാൻഡിന്റെ ആതിഥേയത്വവും വഹിക്കുന്നതുമായിട്ടുള്ള തലസ്ഥാനത്ത് സേനകൾക്ക് വേണ്ടി വമ്പൻ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ശംഖുമുഖം തീരദേശത്ത് ഒരു പുതിയ കൃത്രിമ ബീച്ച് തന്നെ സേനയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി കടുത്ത കടൽക്ഷോഭം കാരണം നഷ്ടപ്പെട്ട ഈ ഒരു ബീച്ച് വീണ്ടെടുക്കുന്നതിനായി 370 മീറ്റർ കൃത്രിമ തീരദേശമായിരുന്നു ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ ഒരു അടിയന്തര നീക്കം എന്ന നിലയിൽ സേനകൾക്ക് മാത്രമായി 180 മീറ്റർ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുകയാണ്. ഇതോടെയാണ് അവിടുത്തെ ജനങ്ങൾക്ക് നല്ലൊരു ആശങ്കയും അതുപോലെ ഒരു ആശ്ചര്യവും ഒക്കെ ഉണ്ടായത്. ഇതിനു വേണ്ടിയാണ് സേനയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു തീരദേശം ഇനി വല്ല യുദ്ധം വല്ലതും വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. എന്നാൽ ഈ ഒരുക്കങ്ങൾ വരാനിരിക്കുന്ന നേവി ദിന ആഘോഷങ്ങൾക്ക് വേണ്ടിയാണെന്ന് പിന്നീടാണ് വ്യക്തമായത്. ഈ കൃത്രിമ തീരപ്രദേശം ഉറപ്പുള്ളതാക്കാൻ ഗ്രാനൈറ്റ്, ജിയോ ബാഗുകൾ ഒക്കെ അടുക്കുള്ള മണലുകളിലായി നിറച്ച് അങ്ങനെയാണ് ഇവിടെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തീരക്കടലിൽ സൈനിക കപ്പലുകൾ നടത്തുന്ന പ്രകടനവും അനുബന്ധമായി ആകാശത്തിൽ സേനയുടെ യുദ്ധവിമാനങ്ങൾ നടത്തുന്ന ശക്തി പ്രകടനവും തീരത്തോട് ചേർന്നുള്ള പവലിയനുകളിൽ ഇരുന്നായിരിക്കും വിശിഷ്ട അതിഥികൾ കാണുന്നത്. ദക്ഷിണ നാവികസേന കമാൻഡ് അധികൃതർ സംസ്ഥാന സർക്കാരിനോട് തീരം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. ഇതിനായി 14 കോടി രൂപയും അടിയന്തര സാഹചര്യത്തിൽ അനുവദിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, നിയന്ത്രിത പ്രവേശന മേഖലകൾ എന്നിവയെല്ലാം തന്നെ നേവിയും പോലീസും കൂടി ഇതിനകം തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സേനാ മേധാവികൾ ഉൾപ്പെടെയുള്ളവർക്ക് അതാത് സുരക്ഷാ വാഹനങ്ങളിൽ പവലിയനിലേക്ക് എത്താനുള്ള തരത്തിലാണ് തീരം പുനർനിർമ്മിച്ചിരിക്കുന്നത്. നേവി ദിന പരിപാടിക്ക് ശേഷം ഈ തീരദേശ പുനഃസ്ഥാപന പ്രവർത്തനത്തിന്റെ ഭാഗമായി ബാക്കിയുള്ള ഭാഗം കൂടി പൂർത്തിയാക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.